കേരള പോലീസ് അറിയാതെ NIA കേരളത്തിൽ വന്നൊരു ഓപ്പറേഷൻ നടത്തിയോ? അതെ, ഇന്നലെ മൂന്നാറിലാണ് NIAയുടെ ഒരു കിടിലൻ ഓപ്പറേഷൻ നടന്നത്. കിടിലൻ ഓപ്പറേഷൻ നടന്നെന്ന് പറഞ്ഞാൽ അത്യന്തം നിർണായകമായ ഓപ്പറേഷനാണ്. ജാർഖണ്ഡിൽ 2023 ജാർഖണ്ഡിൽ ഒരു സംഭവം നടന്നു. 2021 സെപ്റ്റംബർ 7 ജാർഖണ്ഡിലെ തീവ്രവാദ വിരുദ്ധ സേനയാണ് ജാഗ്വാർ. അതിന് ജാഗ്വാർ എന്ന് പറഞ്ഞ കമാൻഡോ ഫോഴ്സ് ഉണ്ട്. ഈ കമാൻഡോ ഫോഴ്സിലുള്ള 2 പേരെ ഭീകരവാദികൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ IED വെച്ച് ബോംബ് സ്ഫോടനം നടത്തി, IED സ്ഫോടനം നടത്തിയിട്ടാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ നിർണായകമായ ഭീകര ഓപ്പറേഷൻസിലൊക്കെ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ജാഗ്വാർ എന്ന് പറയുന്ന ജാർഖണ്ഡ് പോലീസിൻ്റെ കമാൻഡോ അംഗങ്ങളെ കൊലപ്പെടുത്തിയ കേസിൽ 19 പ്രതികളുണ്ടായിരുന്നു. 2 പേരെ കിട്ടിയിട്ടില്ല. സുലി കണ്ടീർ, സാവൻ ടുട്ടി എന്ന് പറയുന്ന 2 പേർ ഒളിവിൽ പോയി. എവിടെയാണെന്ന് അറിയില്ല. 2021 മുതൽ കേസന്വേഷണം നടക്കുന്നത് ഭീകരാക്രമണം ആയതുകൊണ്ട് കേസന്വേഷണം നടത്തുന്നത് NIA രാജ്യം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെക്കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ ഇരിക്കെ NIAക്ക് നിർണായകമായ ഒരു വിവരം കിട്ടുന്നു. ഇപ്പോൾ NIA ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പ്രതികൾ ഒളിവിൽ പോയി. അവരെവിടെയോ പോയി 2 ദിവസം മൊബൈൽ സിഗ്നലൊക്കെ, മൊബൈൽ ടവറൊക്കെ ട്രേസ് ചെയ്യും, പിന്നെ കിട്ടിയില്ല, എന്നാൽ പിന്നെ ഫയൽ മടക്കി അവിടെ ഇരിക്കാം എന്ന പരിപാടിയല്ല NIAക്കുള്ളത്. കേരള പോലീസ് അങ്ങനെയാണല്ലോ. അന്വേഷിച്ചു, കണ്ടെത്തിയില്ല, തീർന്നു, ആ ഫയൽ അടച്ചു. സുകുമാരക്കുറുപ്പിനെ കിട്ടിയിട്ടില്ല ഇതുവരെ, എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. എന്നാൽ കേരള പോലീസ് ആകെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പുതിയ കേസുകൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. പക്ഷേ NIA അങ്ങനെയല്ല. പ്രത്യേകിച്ച് NIA അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഒളിവിൽ പോകുന്ന ആളെ പിടികൂടിയിൽ എന്ത് പറ്റുന്നറിയോ? അവർ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ ആളുകളെ കൊല്ലും. അപ്പോൾ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റത്തില്ല. ഭീകരവാദികൾ ഒരുത്തനോടുള്ള വൈരാഗ്യം കൊണ്ട് ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് ഒളിവിൽ പോകുന്ന പോലെയല്ല ഒരു തീവ്രവാദി സ്ഫോടനം നടത്തി ആളുകളെ കൊന്നിട്ട് ഒളിവിൽ പോകുന്നത്. വ്യത്യാസമാണ്. അതുകൊണ്ട് NIA നിരന്തരം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ NIA ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ NIA ഉപയോഗിക്കാറുണ്ട്. NIA ഈ ഒളിവിൽ പോയ 2 പേരുടെ, സവാൻ ടുട്ടിയുടെയും സുലി കണ്ടീർ എന്ന് പറയുന്ന ഈ 2 പേരുടെയും വിരലടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിരലടയാളങ്ങൾ ഇവർ അതിൻ്റെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളുടെ ആധാർ രേഖയുമായി കണക്ട് ചെയ്തിട്ട് നിരന്തരം ഇവരുടെ വിരലടയാളമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയുന്ന തരത്തിലുള്ള പരിശോധന നടത്തും. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ പെട്ടെന്ന് 1 വർഷം മുമ്പ് 2 പേർ, ഒരു ഭാര്യയും ഭർത്താവും മൂന്നാറിലെത്തി കണ്ണൻദേവൻ കമ്പനിയില്ലേ, തേയിലക്കമ്പനിയിൽ ജോലിക്കെടുക്കുന്നു. അപ്പോൾ കണ്ണൻദേവനിലായതുകൊണ്ട് കണ്ണൻദേവൻ എന്ത് ചെയ്യുന്നറിയോ? കണ്ണൻദേവൻ ഉത്തരവാദിത്വം ടാറ്റയുടെ കമ്പനിയാണല്ലോ. അവിടെ മറ്റ് പല സംസ്ഥാന, വെസ്റ്റ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ വരുന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് തേയിലത്തോട്ടങ്ങളിൽ. പക്ഷേ അവർ വളരെ കൃത്യമായി അവരുടെ പോലീസ് വെരിഫിക്കേഷൻ നടത്തും. ഇവരുടെ ഫിംഗർ പ്രിൻ്റ് മേടിച്ചിട്ട് ആധാർ ലിങ്ക്ഡാണ്, അത് പോലീസിന് കൈമാറും. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ടാറ്റ ചെയ്യുന്നത് പോലെ അന്യസംസ്ഥാന തൊഴിലാളികളെ അവരുടെ ആധാർ ശേഖരിക്കുന്നു, അവരുടെ വിരലടയാളം മേടിക്കുന്നു, എന്നിട്ട് ഈ ഡാറ്റയെല്ലാം പോലീസിന് കൈമാറുന്ന ഒരു പ്രോസസ്സ് ടാറ്റയാണ് നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ വീട്ടിലൊക്കെ പണിക്ക് വരുന്നവൻ്റെ ആധാറും വിരലടയാളം ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? പോലീസ് മേടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ടാറ്റ ആയതുകൊണ്ട് ടാറ്റ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാറ്റ എന്ത് ചെയ്തു? അവരുടെ സ്ഥാപനത്തിൽ കണ്ണൻദേവൻ ഹിൽ പ്രൊഡക്ട്സിൽ, പ്ലാന്റേഷൻ കമ്പനിയിൽ ജോലിക്ക് വന്ന തൊഴിലാളികളുടെ ഫിംഗർ പ്രിൻ്റ് മുഴുവൻ പോലീസിന് കൈമാറി. പോലീസ് എന്ത് ചെയ്തു? ഇത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കാണ് NIA നേരത്തെ തന്നെ കാണാതായവന്മാരുടെ വിരലടയാളം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ കുറേ വിരലടയാളങ്ങൾ വന്നപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്ത് NIA നോക്കിയപ്പോഴാണ് ഇതിൽപ്പെട്ട സവാൻ ടുട്ടി, 2 കോബ്ര കമാൻഡോകളെ കൊന്ന സവാൻ ടുട്ടി കേരളത്തിൽ മൂന്നാറിലുണ്ടെന്ന് അറിഞ്ഞത്. കേരള പോലീസിന് കിട്ടിയിട്ട് അറിയാൻ മാർഗം ഉണ്ടായിരുന്നില്ല, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് ഓൾ ഇന്ത്യ തലത്തിൽ ഈ 2 പേരെ പിടിക്കാൻ വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതാണ്. ഇവരുടെ ആധാർ കേരള പോലീസിന് ടാറ്റ കൈമാറി, ആധാറിൻ്റെ ഡീറ്റെയിൽസ്. എന്നിട്ട് പോലും കയ്യിൽ ഡാറ്റ കിട്ടിയിട്ട് പോലും കേരള പോലീസ് ഇവരാരാണ്, ഇപ്പം ഒരു ആന്ധ്രയിൽ നിന്ന്, ഈ ജാർഖണ്ഡിൽ നിന്ന് വന്നിരിക്കുന്ന 2 പേരുടെ ആധാർ ഇവിടെ കിട്ടി.
അപ്പോൾ ഇവരുടെ വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? ഇവരുടെ വെയർഅബൌട്ട്സ് അറിയണമെങ്കിൽ ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെടണ്ടേ? അതെ. ഇവരുടെ ID കിട്ടിയിട്ട് ജാർഖണ്ഡിലെ ഇവരുടെ അഡ്രസ്സ് വെച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേരള പോലീസ് മൂന്നാറിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇവരാരാണെന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ കേരള പോലീസ് എന്ത് ചെയ്തു? എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികളുടെയും ഡാറ്റ കിട്ടുന്ന പോലെ ഇതെല്ലാം കൂടെ മേടിച്ച് അവിടെ അട്ടിയിട്ടു. കാരണം മൂന്നാറിൽ വേണമെങ്കിൽ പറയാം, മൂന്നാറിൽ തോട്ടം മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം കൂടെ പരിശോധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. പറ്റണം, അല്ലേ? ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്നവൻ റോഹിംഗ്യനാണോ ബംഗ്ലാദേശിയാണോ എന്നറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന ഡാറ്റ മുഴുവൻ പരിശോധിക്കാനുള്ള സംവിധാനം വേണം. ഒരുപക്ഷെ മാൻ പവറിൻ്റെ ഷോർട്ടേജ്, സ്റ്റേഷനിൽ അത്രയും ആളില്ല, ക്രമസമാധാനം നോക്കണം, മന്ത്രിമാർ വരുമ്പോൾ അകമ്പടി നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ പരിശോധിക്കാനുള്ള സംവിധാന പരാധീനതകൾ ഉണ്ടാവാം. എന്നാൽ പോലും അത് ഒരു പരാധീനത ഒരു എക്സ്ക്യൂസ് അല്ല. പ്രത്യേകിച്ച് തോട്ടം മേഖലകളിലൊക്കെ തമിഴ് പുലികളൊക്കെ വന്ന് ഈ തോട്ടം മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കുമൊക്കെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ വന്ന് താമസിക്കും. പക്ഷെ അത് നമ്മുടെ പോലീസിന് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ NIA പോലെയുള്ള ഏജൻസികൾ നിരന്തരം അവർക്ക് വേണ്ടുന്ന പ്രതികളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആള് വിട്ട് പിന്തുടരൽ മാത്രമല്ല, എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് സവാൻ ടുട്ടിയുടെ വിരലടയാളം NIA ശ്രദ്ധയിൽപ്പെടുന്നത്. അത് മാച്ച് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മൂന്നാറിലാണ്. NIA നേരെ കേരളത്തിലേക്ക് വന്നു. കൃത്യം ഇയാൾ ഭാര്യയുടെ വീട്ടിൽ കഴിയുമ്പോൾ നേരെ എന്ന് വാതിൽ മുട്ടി വിളിക്കുന്നു, സവാൻ ടുട്ടിയൊക്കെ എടുക്കുന്നു, പിടിച്ചെടുത്ത് വണ്ടിയായിട്ടുണ്ട് നേരെ ജാർഖണ്ഡിന് പോയി. കേരള പോലീസ് അറിഞ്ഞില്ല. അവർ വന്ന് കൊണ്ടുപോയി. പലപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ കാസർഗോഡ് നിന്ന് ബംഗ്ലാദേശി ഭീകര സംഘടനയുടെ രണ്ടുപേരെ പിടിച്ചു, കേരള പോലീസ് അറിഞ്ഞില്ല. ഇങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരള പോലീസിന് ഇത് അറിയാൻ കഴിയുന്നില്ല. അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് NIA പറയും, ഞങ്ങളിത് അവിടെ വന്നിട്ട് ഒരുത്തന്നെ പൊക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പോലീസ് അറിയുന്നത്. ഒരു പക്ഷേ അത് അവരുടെ ഓപ്പറേഷൻ്റെ രീതി എങ്ങനെയായിരിക്കാം. ഇനി വലിയ തോതിൽ വളഞ്ഞു പിടിക്കേണ്ട സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് കേരള പോലീസിൻ്റെ സഹായം NIA തേടാറുണ്ട്. ഞങ്ങൾക്കൊരു 10 പേരെ വേണം, 2-3 വണ്ടിയും വേണം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് വിട്ടുകൊടുക്കും. പക്ഷേ എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ്റെ രീതി, എവിടെയാണ് ഓപ്പറേഷൻ നടത്താൻ പോകുന്നതെന്നും വെളിപ്പെടുത്തത്തില്ല. ഓർക്കുന്നില്ല, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ നേരിട്ടൊരു അനുഭവമാണ്. ഞാനന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്ന് ഇവിടെ ഈ സ്വപ്ന സുരേഷിനെയൊക്കെ പിടിച്ചിട്ട് വലിയ സംഭവം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സ്വപ്ന സുരേഷിനെ NIAയുടെ ഓഫീസിൽ കൊണ്ടുവരുന്നു. അവിടെയൊക്കെ അതുകൊണ്ട് തന്നെ കേരള പോലീസിന് പുറമെ CRPFൻ്റെ കാവലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്നു. അതേ സമയത്ത് കൃത്യമായി കേരളത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് വലിയ റെയ്ഡ് നടക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നറിയോ? CRPF ഭടന്മാരെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പ്രത്യേക വിമാനത്തിൽ നേവൽ ബേസിൽ ഇറക്കി അവർ കാത്തു കിടക്കുക. അതേ സമയത്ത് തന്നെ അവിടെ വിഴിഞ്ഞത്ത് വലിയ സംഘർഷം നടക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയുള്ള ഒരു വിഭാഗം ആളുകൾ, ക്രൈസ്തവ സഭയുടെ ഒക്കെ ഒത്താശയോടുകൂടി നടക്കുന്ന വയലൻ്റ് ആയിട്ടുള്ള ആക്രമണം നടക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, അദാനി ഗ്രൂപ്പ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കേന്ദ്രസേനയുടെ സഹായമൊക്കെ തേടിയിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് BSFൻ്റെ വിമാനത്തിൽ CRPF വന്നിറങ്ങുന്നത്. എല്ലാവരും കരുതിയത്, മാധ്യമങ്ങളും കരുതിയത് ഇത് വിഴിഞ്ഞത്തേക്ക് പോകാനുള്ള CRPF വന്ന് നടക്കുകയാണ്. പക്ഷെ വന്നത് എന്താണെന്നറിയോ? വന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ഉടൻ മിനിറ്റ് വെച്ച് ഇവന്മാരെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര ടീമാണ് വന്നിരുന്നത്. അത് ഇതിനകത്ത് അതിൽപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ മലയാളി എന്നോട് പറഞ്ഞു, ഞങ്ങൾ വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പലരും പല യൂണിറ്റുകളിൽ നിന്നാണ്. തമ്മിൽ പോലും അറിയില്ല. രണ്ട് മലയാളികൾ മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ആ ടീമിൽ. മലയാളികൾ വന്നാൽ പോലും ചിലപ്പോൾ അത് ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതി 2 പേരെയും മറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു യൂണിറ്റിൽ നിന്ന് വന്ന ആൾ പറയും, ഈ മലയാളി വന്ന യൂണിറ്റിലെ ആളുകൾ 20 കിലോമീറ്റർ നടന്നാണ് വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് 20 കിലോമീറ്റർ നടക്കേണ്ട ട്രക്കിംഗ് നടത്തിയാവുന്നത്. അത്രയും ജാഗ്രതയോടെയാണ് ആ ഓപ്പറേഷൻ നടത്തിയത്. അതുപോലെ ഈ കേരളത്തിൽ വന്നിട്ട് ഈ തീവ്രവാദ ബന്ധമുള്ള ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ ജാഗ്രതയോടെ NIA ഒക്കെ ഇത് പ്ലാൻ ചെയ്യാറുണ്ട്. ഏതായാലും കേരളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തീവ്രവാദിയെ പിടിച്ചതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുണ്ടോ? ഇതൊരു വലിയ ആശങ്കപ്പെടുന്ന കാര്യമാണ്. കാരണം രാജ്യത്തെവിടെ വിധ്വംസക പ്രവർത്തനം, ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ കൊലപാതകം ഒക്കെ നടത്തുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒളിയിടമായിട്ട് കേരളം മാറുന്നു. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങ് കാശ്മീരിലുള്ള ഒരു സംഭവം ഉണ്ടായാലും അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഉണ്ടാവും, അവിടുത്തെ ഒരു പ്രതി ഇവിടെ ഉണ്ടാവും.
അങ്ങനെ കേരളത്തിലെ സ്ഥിതി വല്ലാതെ ആശങ്കാജനകമാണ്. നമ്മുടെ ചുറ്റും കാണുന്നവരിൽ എത്ര പേർ നല്ലവരുണ്ട്, എത്ര പേർ മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകളിലെ പ്രതിയാണ്, ഭീകരബന്ധമുള്ളവരാണെന്ന് അറിഞ്ഞുകൂടാത്ത തരത്തിലേക്ക് നമ്മുടെ അയൽപക്കങ്ങളിൽ അപരിചിതരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇത് കുറേ കാലമായി നമ്മൾ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് കേരള പോലീസാണ്. കേരള പോലീസിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാകണം. ഇവിടെ വരുന്ന ഓരോ ആളുകളെയും രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയിലായതുകൊണ്ട് നമുക്കെന്ത് പറ്റി? കണ്ണൻദേവൻ പ്ലാന്റേഷൻ കമ്പനിയിലായതുകൊണ്ട് അവർ കൃത്യമായി വരുന്ന ആളുടെ ഐഡൻറ്റിറ്റി, പോലീസ് വെരിഫിക്കേഷൻ, ആധാർ, വിരലടയാളം ഇതൊക്കെ കളക്ട് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഇയാളെ പിടിക്കാൻ പറ്റിയത്. കാരണം ഇയാൾ ഭാര്യയും ഭർത്താവും വരുന്നു, അവരാരോടും സംസാരിക്കത്തില്ല, മറ്റുള്ളവരോട് ഇടപെടത്തില്ല എന്നൊക്കെയാണ് തദ്ദേശവാസികൾ പറയുന്നത്. ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് ആരോഗ്യ പ്രവർത്തകർ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരണം, നിങ്ങളുടെ ആധാർ നമ്പർ ഒന്ന് കാണിക്കുന്നു എന്നിട്ട് ഇവർ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവരോർത്ത് അന്യ സംസ്ഥാനത്ത് വന്നവരല്ല, ഇവർ ആളുകളോട് ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും എന്നൊക്കെ കരുതി അവരൊക്കെ തിരിച്ചുപോയി. ഇപ്പോഴാണ് മൂന്നാറുകാരറിയുന്നത് അവരുടെ കൂടെ താമസിച്ചിരുന്ന ആള് അതിഭീകരനായ 2 കമാൻഡോകളെ കൊന്ന കേസിലെ ലാഞ്ചി ഫോറസ്റ്റ് ഹിൽ ഏരിയയിൽ വെച്ചാണ് ഈ IED സ്ഫോടനം നടത്തി ജാഗ്വാർ കമാൻഡോകളെ കൊന്നത്. 18 മാസം മുമ്പാണ് ഇയാൾ ഇവിടെ വന്നത്. 18 മാസമായിട്ട്, അതായത് 1.5 വർഷം ഇയാൾ കേരള പോലീസിൻ്റെ മൂക്കിന് കീഴിൽ സുരക്ഷിതനായിട്ടുണ്ടായിരുന്നു. അവസാനം NIA വന്ന് പൊക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നതെന്ന് വരുമ്പോൾ ഇങ്ങനെ എത്രയെത്ര കേസുകളിലെ പ്രതികൾ, എത്രയെത്ര ഭീകരന്മാർ, എത്രയെത്ര കൊലയാളികൾ, എത്രയെത്ര ക്രിമിനലുകൾ നമ്മുടെ ചുറ്റും പലയിടത്തും ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ ഒരു ഭയം വരുന്നില്ലേ? ഈ ഭയം നമുക്കുണ്ടാവും. പക്ഷേ ഇതിന് നമുക്ക് ഇന്ത്യയിലെ ഒരു പൗരന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പോയി താമസിക്കാം, അതിനുള്ള അവകാശമുണ്ട്. അത് തടയാനൊന്നും പറ്റില്ല. പക്ഷെ വരുന്ന ആളുകളുടെ കൃത്യമായ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുക. ഇത് പറയുമ്പോൾ ഉടനെ പറയുന്ന മറുപടി തരിക, അങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ? മലയാളി പലയിടത്തും പോകുന്നില്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, മലയാളി അടിസ്ഥാനപരമായിട്ടൊരു ഭീരുവാണ്. അങ്ങനൊന്നും മലയാളി പോയി ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ കൂട്ടത്തോടെ ഇടപെടത്തില്ല. പ്രത്യേകിച്ച് നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയതുകൊണ്ട്. കാരണം മലയാളി അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ മലയാളിക്കൊരു ഗുണമുണ്ട്, നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിണ്ണമെടുക്ക് കാണിക്കും. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ മര്യാദരാമന്മാരെ കഴിയും. അത് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് ചെയ്യും. ഇപ്പം ഗൾഫിലൊക്കെ പോയാൽ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരെക്കാൾ കൂടുതലും അവിടുത്തെ നിയമം അനുസരിക്കുന്നത് മലയാളിയായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതായാലും ഈ സംസ്ഥാന സർക്കാരും ഒക്കെ ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ മാസവും കൊടും ഭീകരന്മാരെ കേരളത്തിൽ നിന്ന് പിടികൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു വലിയ പ്രഹേളികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.